നോക്കിയേ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ചമ്മന്തി. അടിപൊളി ടേസ്റ്റാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും എന്തിനോടെ നമുക്ക് കഴിക്കാൻ പറ്റും. ചോറിന് ഏറ്റവും ബെസ്റ്റ് ചോറിനാണ് കേട്ടോ. ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു പാവയ്ക്ക റെസിപ്പിയാണ്. അല്ല, പാവയ്ക്കല്ല, കോവയ്ക്കയുടെ ചമ്മന്തിയാണ് അരയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം കോവയ്ക്ക കഴുകി വൃത്തിയാക്കി കണ്ടിച്ച് വെച്ചിട്ടുണ്ടേ. കഷ്ണങ്ങളായി നമ്മൾ ഈ കോവയ്ക്ക മെഴുക്ക് വരട്ടത്തില്ലേ, അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു പാൻ എടുത്ത് വെക്കാം. ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ മല്ലി, 1.5 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഗ്യാസ് ഓണാക്കാം. ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഉഴുന്നുപരിപ്പൊക്കെ വറുത്ത് വരുന്നതിൻ്റെ ഒരു മണം വരും. അത് വറുത്തെടുക്കാം. ഓക്കെ, നമ്മുടെ ഉഴുന്നുപരിപ്പും കുരുമുളകും മല്ലിയും എല്ലാം നല്ല വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ ചതച്ച മുളക് അതിട്ട് കൊടുത്തേ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയാണ്. ഇത് മതി. ഞാൻ ഗ്യാസ് ഓഫാക്കുന്നില്ല. ഇതൊന്ന് തണുത്ത് വെക്കട്ടെ. ഇതിനകത്തൊരു ഒരു കടായി വെക്കാം. ഇതൊന്ന് തണുക്കട്ടെ. പാത്രം ചൂടാവട്ടെ. നമ്മുടെ പാത്രം ചൂടായി. ഈ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് ഈ പൊട്ടിയ കടുകിലോട്ട് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതിനകത്ത് ചെറിയ വെളുത്തുള്ളി, ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ചെറിയ 2 കഷ്ണം ഇഞ്ചി അത് ഇട്ട് കൊടുത്തേ. ഇനി ഇതിലോട്ട് ഒരു 5 പച്ചമുളക് 2ആയിട്ട് മുറിച്ചിട്ട് ഇത് ഇട്ട് കൊടുക്കും. എരിയുള്ള പച്ചമുളകാണ്. നമുക്ക് എരിക്കനുസരിച്ച് പച്ചമുളക് കൂട്ടും ചെയ്യാം, കുറച്ചും ചെയ്യാം. ഇനി ഇതിലോട്ട് ഈ കോവയ്ക്ക അരിഞ്ഞ് വെച്ചേക്കുന്നില്ലേ, ഇട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് ഇട്ടിട്ട് കൊടുക്കാം. ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് കിട്ടട്ടെ. നമ്മുടെ ഈ കോവയ്ക്ക ഒരു മിനിറ്റോളം മീഡിയം തീയിലിട്ട് ഞാൻ ഒന്ന് വഴറ്റേ. ഇനി ഇതിനകത്ത് ഇടത്തരം 2 സവാള അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ വഴന്ന് വരണേ. അപ്പം ഞാൻ കവറിപ്പം ചെയ്ത് കൊടുക്കുന്നില്ല, ഒന്ന് വഴന്ന് കിട്ടട്ടെ. ഇതൊക്കെ ആ സവാളയുടെ ആ ഒരു പച്ച ഒരു മണം ഉണ്ടല്ലോ, അതൊക്കെ മാറി. ഇനി ഇതിനകത്ത് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ഇതിൻ്റെ തീ മീഡിയത്തിലും സിമ്മിനും ഇടയ്ക്ക് വെക്കേ. ഒരു 6-7 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതൊന്ന് സോഫ്റ്റ് ആവണ്ടേ, കോവയ്ക്ക ഒന്ന് വേവുകയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ കോവയ്ക്കാൻ നോക്കാം. ഒരു 6 മിനിറ്റോളം ആയിപ്പം. ഇന്ന് ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ.
ഇനി ഇതിനകത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു കഷ്ണം പുളി അതിട്ട് കൊടുക്കാം. പിന്നെ പുളിക്കനുസരിച്ച് അവരവരുടെ ഇഷ്ടത്തിന് പുളി കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിനകത്തോട്ട് ഒരു 2-3 തണ്ട് മല്ലിയില. ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി, അല്ലാത്തവർക്ക് വേണ്ടേ. ഇത് മല്ലിയില ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ചമ്മന്തിക്ക്. ഇനിയിപ്പം കവർ ചെയ്ത് കൊടുക്കണ്ട. ഇതൊന്ന് മല്ലിയിലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. മല്ലിയിലയുടെ തണ്ടടക്കം മുറിച്ചിട്ട് കൊടുക്കണേ. ഒന്ന് 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചെറിയ തീയിൽ ഞാൻ ഇപ്പോൾ സിമ്മിലിട്ടേക്കുക. ഒന്ന് കിടന്ന് വഴന്നാൽ മതിയേ. ഞാൻ 1 മിനിറ്റേ ഒന്ന് ഇളക്കിയിട്ടുള്ളൂ. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇതൊന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന ഇതില്ലേ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാൻ പൊടിച്ചെടുത്തോണ്ട് നമ്മുടെ കോവയ്ക്ക കൂട്ട് ഇവിടെ വെച്ചേക്കാണ്. വേണ്ട, ഇതൊന്ന് തണുത്ത് കിട്ടട്ടെ. ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെക്കാം. ഇതിനകത്ത് ഇപ്പം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മസാലക്കൂട്ടിലെ മല്ലിയും കുരുമുളകും ഉഴുന്നുപരിപ്പും ഇതെല്ലാം ഇതിനകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഓക്കെ, നമ്മുടെ മസാല പൊടിച്ചെടുത്തേ. നമ്മൾ ഉള്ളിയും ഉഴുന്നുപരിപ്പും ഒക്കെ ഇല്ലേ, അത് പൊടിച്ചെടുത്ത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇപ്പം നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന വഴറ്റി വെച്ചേക്കുന്ന ഇതില്ലേ കോവയ്ക്ക, അതിട്ട് കൊടുക്കാം. പുളിയും കോവയ്ക്കയും ചെറിയൊരു ചൂടുണ്ട്. ഇത് ഉപ്പ് നോക്കിക്കോണേ. ഇതിനകത്ത് ഇപ്പം ഉപ്പ് കറക്റ്റാണ്. ഇത് ഞാനൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഓക്കെ, നമ്മുടെ ചമ്മന്തി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കോവയ്ക്ക ചമ്മന്തി. ഞാനിത് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. ഞാൻ ഒരു ഈ പ്ലേറ്റിലോട്ട് ഞാൻ എടുത്ത് വെക്കാം. ഓക്കെ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ചമ്മന്തി അടിപൊളി ടേസ്റ്റാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും എന്തിനോടെ നമുക്ക് കഴിക്കാൻ പറ്റും. ചോറിന് ഏറ്റവും ബെസ്റ്റ് ചോറിനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അടിപൊളിയായി കഴിക്കാനായിട്ട്. അപ്പോൾ ശകലം മതി നല്ല ചോറിന്. ഇന്ന് വേറെ ഒരു കറിയും വേണ്ട. കുറച്ച് തൈരോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കഴിക്കാൻ പറ്റും. നല്ലൊരു ചമ്മന്തിയാണ്, നല്ലൊരു ചമ്മന്തി. ചോറിലിട്ട് വരവി കഴിക്കാൻ പറ്റുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഓക്കെ, നമ്മളെ കിടിലൻ ടേസ്റ്റോട് കൂടി ഒരു കോവയ്ക്ക ചമ്മന്തി. നല്ല രസമാണിത്. വിശ്വസിക്കില്ല, കഴിച്ചാലേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്.